ഒരു പേർഷ്യൻ പുരാണ കഥയിൽ പൗരസ്ത്യദേശത്ത് കണ്ടുവരുന്ന ഒരു ഭീമാകാരമായ പക്ഷിയെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ചിറകിൻ്റെ നിഴൽ ആരുടെ മേൽ വീഴുന്നുവോ അവർക്ക് വലിയ ഭാഗ്യം ലഭിക്കുമെന്നാണ് അന്നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. ഒരിക്കൽ രാജാവ് തൻ്റെ സേവകരാൽ അനുഗതനായി സവാരി ചെയ്യുകയായിരുന്നു. അപ്പോൾ അല്പമകലെ ആകാശത്തിൽ ആ ഭീമൻ പക്ഷി പറക്കുന്നത് എല്ലാവരുടെയും ദൃഷ്ടിയിൽപ്പെട്ടു. രാജ്യസേവകരിൽ ഒരാൾ ഒഴികെ എല്ലാവരും ആ പക്ഷിയുടെ ചിറകിൻ്റെ നിഴൽ പെടുന്നതിനു വേണ്ടി ഓടി. ഒരാൾ മാത്രം രാജാവിൻ്റെ കൂടെ നിന്നു. നീ എന്തുകൊണ്ടാണ് അവരുടെ കൂടെ ഓടിപ്പോകാഞ്ഞത് എന്ന് രാജാവ് തൻ്റെ സേവകനോട് ചോദിച്ചതിന് അയാൾ പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു: എൻ്റെ രാജാവിൻ്റെ സാന്നിധ്യത്തിലുള്ള സന്തോഷം വെടിഞ്ഞ് ഞാനൊരു കാട്ടുപക്ഷിയുടെ പിന്നാലെ പോകുകയോ? ഒരിക്കലും ഇല്ല. അയാൾക്ക് തന്നോടുള്ള ഭക്തിയും സ്നേഹവും കണ്ട രാജാവ് അദ്ദേഹത്തിൽ സന്തുഷ്ടനായി അയാളെ തൻ്റെ പ്രധാനമന്ത്രിയാക്കി എന്നാണ് ആ കഥയിൽ തുടർന്ന് വായിക്കുന്നത്. ക്ഷണികങ്ങളായ ഇഹലോക സന്തോഷങ്ങൾ എത്ര വേഗത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നത്. നിത്യതയുടെ നിലനിൽക്കുന്ന നിക്ഷേപങ്ങളെ പിന്തള്ളി താൽക്കാലികമായ ലോകസുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന മനുഷ്യർ ധാരാളമാണ്. ലൗകികമായ സമ്പൽ സമൃദ്ധിയും പ്രശസ്തിയും നേടുന്നതിനു വേണ്ടി ക്രിസ്തുവിനെ സേവിക്കുന്നതിലുള്ള സന്തോഷം ത്യജിച്ച് ലോകസുഖങ്ങൾക്ക് വേണ്ടി ഓടുന്ന ധാരാളം ആളുകളെ കണ്ടെത്തുവാൻ കഴിയും. ഭൗതികമായ സമ്പത്തും വ്യക്തിപ്രഭാവവുമാണ് ലോകസുഖങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം പൊള്ളയാണ്. ആത്മാവിനെ നേടുന്നവനാണ് തൃപ്തനായിട്ട് മാറുന്നത്. കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ലോകത്തിൽ നഷ്ടമാക്കേണ്ടി വരുന്ന വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകളുമുണ്ട്. ഒരു നിക്ഷേപം കണ്ടെത്തിയ മനുഷ്യൻ തനിക്കുള്ളത് മുഴുവൻ വിറ്റ് ആ നിക്ഷേപം മറഞ്ഞിരിക്കുന്ന വയൽ വാങ്ങിച്ചു എന്നാണല്ലോ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നേടാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്നവന് മാത്രമേ ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ സുഖങ്ങൾ നിലനിൽക്കുന്ന നന്മയ്ക്കു വേണ്ടി നഷ്ടമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നഷ്ടമായി തീർന്നത് തീരാ ദുഃഖത്തിന് ഇടയായി തീരുമെന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിച്ചേക്കാം. ക്രിസ്തുവുമായുള്ള ബന്ധത്തിനു വേണ്ടി നഷ്ടമാക്കിയത് മുഴുവൻ ലാഭമായി മറുകരയിൽ നാം കാണുക തന്നെ ചെയ്യും. നിത്യതയുടെ തീരത്ത് എത്തുമ്പോഴാണ് അതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും നാം തിരിച്ചറിയുവാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.